hello everyone. Good evening. Welcome back to Xylem Learning. Aruma Miss ആണ്. Methods of separation in everyday life എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ 9th ചാപ്റ്ററിലെ കുറച്ച് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നമ്മുടെ ഡെയിലി ലൈഫിൽ പലയിടത്തായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടാവും അല്ലേ? പല രീതിയിൽ നമ്മൾ ഓരോ ആളുകളെയും സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ മിക്സിംഗ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ വസ്തുക്കളായിരിക്കും. ചിലപ്പോൾ നമുക്ക് അവയെ ഹാൻഡ് പിക്ക് ചെയ്ത് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി അങ്ങനെ അല്ലാത്ത കേസസിലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ ചില മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധനങ്ങളെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പം മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കുറേ രീതികൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഒരു ലിക്വിഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ലിക്വിഡ് എന്ന് പറയുമ്പോൾ മഡ് വാട്ടർ ആണ്. മഡ് വാട്ടറിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും അല്ലെ? ചിലപ്പോൾ ഉരുണ്ടായിട്ടുള്ള കല്ലുകൾ ഉണ്ടാവും, there will be sand, അതേപോലെ തന്നെ ചിലപ്പോൾ പ്ലാസ്റ്റിക്സ് ഉണ്ടാവും. ഇങ്ങനെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഈ മഡ് വാട്ടറിന്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. ഇതിലെ ഓരോ കമ്പോണന്റിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പല രീതികൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, സീവിംഗ് ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, ക്രൊമാറ്റോഗ്രാഫി ഉണ്ട്. ഇതിൽ ക്രൊമാറ്റോഗ്രാഫിയും ക്രിസ്റ്റലൈസേഷനും ഒക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് എന്താണെന്ന് മിസ് ഒന്ന് പറഞ്ഞു തരാം. ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് നമ്മുടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, ഈ സബ്സ്റ്റൻസ് ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണോ ഉള്ളത് അതിനെയാണ് മിക്കവാറും ഈ സെപ്പറേഷൻ ടെക്നിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ സൈസിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. രണ്ടിലും നല്ല സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ എന്ത് ചെയ്യാം? ഹാൻഡ് പിക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ബോയിലിംഗ് പോയിന്റിന്റെ വ്യത്യാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് രണ്ട് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ്സും മിക്സിബിൾ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ രണ്ട് മിക്സ് ആയിപ്പോയി. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെ ഇവയെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക? ബോയിലിംഗ് പോയിന്റിലെ വ്യത്യാസത്തിൽ നോക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എന്താ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്? നമ്മുടെ ഇടയിൽ മിക്സ് ആയി പോയ സബ്സ്റ്റൻസിൽ ഏതെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. രണ്ടുപേർക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. either one of them should have magnetic properties. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി ഇവയെ വേർതിരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഹാൻഡ് പിക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ത്രഷിംഗ് കാണാം, വിന്നോയിങ് കാണാം, സീവിംഗ് കാണാം, ഫിൽട്രേഷൻ കാണാം, ഡിക്കാൻറ്റേഷൻ കാണാം, കേണിംഗ് കാണാം, ഇവോപ്പറേഷൻ കാണാം, മാഗ്നറ്റിക് സെപ്പറേഷൻ കാണാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ്റെ അകത്ത് നമുക്ക് ഹാൻഡ് പിക്കിംഗ് എന്നുള്ളതും ത്രഷിംഗ് എന്ന് പറയുന്നതും എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹാൻഡ് പിക്കിംഗ് എല്ലാവർക്കും അറിയാം അല്ലെ? മാനുവലി സെലക്ടിങ് ഇൻഡിവിജ്വലി കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ദർ അപ്പിയറൻസ് ഓർ സൈസ്. പെറുക്കി മാറ്റുക എന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? സൈസിലുള്ള വ്യത്യാസമാണ്, നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നോക്കിക്കേ, നിങ്ങൾ ത്രഷിംഗ് എന്നാണ് ഇത് പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇമേജ് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ നെല്ലൊക്കെ അല്ലേ എന്ത് ചെയ്യാറുണ്ട്? നെല്ല് കൊയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രോസസ്സുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ നെല്ല് കൊയ്യുന്നൊന്നും അധികം പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എന്നിരുന്നാലും അല്ലെ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. സെപ്പറേറ്റിംഗ് ഗ്രെയിൻസ് ഫ്രം ദെയർ സ്റ്റോക്ക് ബൈ ബീറ്റിംഗ് ഓർ റബ്ബിംഗ് എഗെയിൻസ്റ്റ് വുഡ് ഓർ സ്റ്റോൺ. ഒരു മരത്തിലോ അല്ലെങ്കിൽ വലിയ കല്ലിലോ നമ്മൾ എന്ത് ചെയ്യും? ഈ റൈസ് പ്ലാന്റിനെ അല്ലെ നല്ല പോലെ എന്ത് ചെയ്യും? ഇങ്ങനെ അടിക്കും. എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടീൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തിനെ വേർതിരിച്ചെടുക്കണം? ഗ്രെയിൻസിനെ വേർതിരിച്ചെടുക്കണം. സെപ്പറേറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ദ ത്രഷിംഗ് വീറ്റ് ഓർ റൈസ് സെപ്പറേറ്റ് ദ ഗ്രെയിൻസ് ഫ്രം ദ സ്റ്റോക്ക് യൂസിങ് മെഷീൻ ദ ത്രഷിംഗ് ക്യാൻ ബി ഡൺ. നമ്മൾ ചിലപ്പോൾ ഇപ്പം മെഷീൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ത്രഷിംഗ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ത്രഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന നല്ല രീതിയിൽ അല്ലെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഗ്രെയിൻസ് സെപ്പറേറ്റ് ഔട്ട് ആയിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള മെത്തേഡ്സും കാണാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നല്ലപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. until then bye bye, see you, take care.